അധ്യായം 22. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ യഹൂദാ രാജാവിന്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്ക. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദാ രാജാവേ, നീയും നിന്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഠകന്റെ കൈയിൽ നിന്ന് വിടുവിപ്പിൻ. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയുമരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും. ഈ വചനം കേട്ടനുസരിക്കയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ രാജാവിന്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ ഗിലെയാദും ലെബാനോന്റെ ശിഖരവും ആകുന്നു. എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളുമാക്കും. ഞാൻ ആയുധപാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും. അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കളെ വെട്ടി തീയിലിട്ട് കളയും. അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ എന്നുത്തരം പറയുകയും ചെയ്യും. മരിച്ചവരെക്കുറിച്ച് കരയേണ്ട, അവനെക്കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാട് വിട്ടു പോകേണ്ടി വരുന്നവനെക്കുറിച്ച് തന്നെ കരവിൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. തന്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോശിയാവിന്റെ മകനും യഹൂദാ രാജാവുമായ ശല്ലൂമിനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഇവിടേക്ക് മടങ്ങിവരികയില്ല. അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്ത് വച്ച് തന്നെ അവൻ മരിക്കും. ഈ ദേശം അവൻ ഇനി കാണുകയുമില്ല. നീതികേടുകൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരുകൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായയിടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ദേവദാരുകൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ? നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ? എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല. അന്നവന് നന്നായിരുന്നു. അവന് എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. അന്നവന് നന്നായിരുന്നു. ഇതല്ലയോ എന്നെ അറിയുക എന്നുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിന്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്കുക, കുറ്റമില്ലാത്ത രക്തം ചൊരിക, പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ചെല്ലുന്നില്ല. അതുകൊണ്ട് യഹോവ യോശിയാവിന്റെ മകനായ യഹൂദാ രാജാവായ യഹോയാക്കീമിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവനെക്കുറിച്ച് അവർ അയ്യോ സഹോദര, അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കുകയില്ല. അവനെക്കുറിച്ച് അയ്യോ തമ്പുരാനെ, അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല. യെരൂശലേമിന്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നതുപോലെ അവനെ കുഴിച്ചിടും. ലെബാനോനിൽ കയറിച്ചെന്ന് നിലവിളിക്ക, ബാശാനിൽ നിന്ന് നിന്റെ ശബ്ദം ഉയർത്തുക, അബാരീമിൽ നിന്ന് നിലവിളിക്ക. നിന്റെ സകല സ്നേഹിതന്മാരും തകർന്നു കിടക്കുന്നുവല്ലോ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എന്റെ വാക്കനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. നിന്നെ മേയ്ക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും.
അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും. ദേവദാരുക്കളിന്മേൽ കൂടുവച്ച് ലബാനോനിൽ വസിക്കുന്നവളെ, നിനക്ക് വ്യസനവും നോവും കിട്ടിയവളെപ്പോലെ വേദനയും ഉണ്ടാകുമ്പോൾ നീ എത്ര ഞരങ്ങും. എന്നാണ് യെഹോയാക്കീമിന്റെ മകനായി യഹൂദരാജാവായ കൊന്യാവ് എന്റെ വലം കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞുകളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും നീ ഭയപ്പെടുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കൈയിലും കൽദയരുടെ കൈയിലും തന്നെ. ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മയെയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളയും. അവിടെ വച്ച് നിങ്ങൾ മരിക്കുകയും അവൾ മടങ്ങിവരുവാൻ ആഗ്രഹിക്കുന്ന ദേശത്തേക്ക് അവർ മടങ്ങിവരികയില്ല. കൊന്യാവ് എന്ന ഈ ആൾ സാരമില്ല എന്ന് വച്ച് ഉടച്ചുകളഞ്ഞൊരു കലമോ ആർക്കുമിഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവന്റെ സന്തതിയെയും ത്യജിച്ച് അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതി എന്ത്? ദേശമേ, 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 യഹോവയുടെ വചനം കേൾക്ക. ഈ ആളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരാത്തവൻ എന്നും എഴുതുവിൻ. ഇനി ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് യഹൂദായിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു.